ജനന പെരുന്നാള് ആഘോഷിക്കുകയും ചെയ്യുന്നതായ കാലഘട്ടമാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം വിശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിനകത്ത് വിശുദ്ധ കന്യകമറിയ തന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭവതി ആണ് എന്നുള്ളത് ഗബ്രിയേൽ ദൂതന് കൂടി അറിഞ്ഞതിനു ശേഷം ആ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട് തന്റെ ചാർച്ചക്കാരെ കാണുന്നതിന് വേണ്ടി മലനാട്ടിലെ യഹൂദ്യ പട്ടണത്തിലേക്ക് യാത്ര ചെയ്ത് എലിസബയുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി ശുദ്ധമുള്ളവനായ ലൂക്കോസ് വിവരിച്ചിട്ടുണ്ട്. ഇവിടെ വിശുദ്ധ കന്യകമറിയാമിനെ കണ്ട മാത്രയില് എലിസബത്ത് പറയുന്നുണ്ട്, എന്റെ കർത്താവിന്റെ മാതാവ് എന്നെ കാണുവാൻ ഇടയായതിൽ എനിക്ക് അങ്ങേയറ്റത്തെ ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് കന്യമറിയാമിനെ സ്വാഗതം ചെയ്യുന്നത്, വന്ദനം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ക്രിസ്തീയമായ വീക്ഷണത്തില് എന്തോ തകരാറ് പറ്റിയതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും നമുക്ക് ആത്മീയമായ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് നാം നയിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആത്മീയമായിട്ട് നമുക്ക് കാണുവാനോ ഉയരുവാനുള്ള സാഹചര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ ദൈവതമ്പുരാൻ തന്നിട്ടുണ്ടേ ഒക്കെയെങ്കിലും അതിനെയൊക്കെയും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ആത്മീയമായ വീക്ഷണമില്ലാത്തതായ ഒരു ജനതയായിട്ട് താണുപോയതായ ഒരവസ്ഥയിൽ കൂടി ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഞാനിത്. എന്നാൽ എലിസബത്തിനെ സംബന്ധിച്ച് കന്യമറിയാമിനെ കണ്ട മാത്രയില് മറ്റാരും പറയാതെയോ കന്യമറിയാം ഗർഭിണിയാണ് എന്ന് എലിസബത്തിനോട് പറയാതെയോ എലിസബത്തിന് ആത്മീയമായ ഉൾക്കാഴ്ചയിൽ കൂടി മനസ്സിലാക്കുവാൻ സാധിച്ചു. തന്റെ ചാർച്ചക്കാരിയായ കന്യമറിയാമല്ല, മറിയാമല്ല ഈ വന്നിരിക്കുന്നത്, പിന്നെയോ സാക്ഷാൽ യേശു ക്രിസ്തുവിനെ ജന്മം കൊടുക്കുവാൻ പോകുന്നതായ എന്റെ കർത്താവിന്റെ, എന്റെ രക്ഷിതാവിന്റെ മാതാവാണ് എന്നെ കാണുവാനായിട്ട് ഇവിടേക്ക് വന്നത് എന്നുള്ളതായ ആ ഉൾക്കാഴ്ചയോടുകൂടി അത് കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു സംഗതി. ഈ ഭാഗം കൂടി നാം മനസ്സിലാക്കണം. എത്രമാത്രം അതുപോലെയുള്ളതായ ഉൾക്കാഴ്ച എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ കൂടി നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നാം പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ ആത്മീയമായ ഉൾക്കാഴ്ച ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ അങ്ങേയറ്റത്തെ ആവശ്യകതയുള്ള ഒരു സംഗതിയാണ്. ആ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാധാന്യം കൊടുക്കുന്നതായ സംഗതികളൊക്കെയും ലൗകികമായ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് നാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു ജീവിതമായിരിക്കും നയിക്കുന്നത്. അവിടെ നമുക്ക് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ജീവിതത്തില് അതിൻ്റെതായ സെറ്റ്ബാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് വേണ്ടതായിട്ടുള്ള സ്വഭാവ വിശേഷം ഇല്ലാതെ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്കത് സംഭവിക്കുന്നത്. കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് പാപം ചെയ്തുകൊണ്ടാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെയോ കഷ്ടപ്പാടുകളിൽ കൂടിയും ദുഃഖങ്ങളിൽ കൂടിയും കൈപ്പേറിയതായ അനുഭവങ്ങളിൽ കൂടിയും കടന്നു പോകുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് എണ്ണുവാനും അതിനെ പ്രത്യാശയോടുകൂടി എന്റെ ദൈവം തമ്പുരാൻ എന്റെ ജീവിതത്തിൽ ഇത് നന്നതാണെങ്കിൽ അത് ദൈവമല്ലാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ള ആ ഒരു അടിയുറച്ച വിശ്വാസത്തിൽ കൂടി മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണമെന്നെങ്കിൽ
ആത്മീയമായ ഉൾക്കാഴ്ച ഒരു മനുഷ്യനുണ്ടായാലും മതിയാവുകയുള്ളൂ. രണ്ടാമതായിട്ട് വേറൊരു കാര്യം ഓർപ്പിക്കുവാനുള്ളത്, ഈ അഭിവാദനം, ഈ സ്വാഗതം കന്യമറിയാൻ ലഭിച്ച സന്ദർഭത്തിൽ തന്നെ കന്യകമറിയാൻ സംസാരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അവിടെ 2-3 കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരമപ്രധാനമായിട്ട് വേണ്ടതായ 2-3 കാര്യങ്ങളുണ്ട്. എന്റെ താഴ്മ ദൈവം തമ്പുരാൻ കണ്ടിരിക്കുന്നു എന്ന് കന്യമറിയാൻ അവിടെ ഓർപ്പിക്കുന്നു. കന്യമറിയാൻ അറിയാൻ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അതിനു മുമ്പ് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്നുണ്ട്, പ്രബോധനങ്ങളെ നിനക്ക് വന്ദനം, നീ ഗർഭവതിയാകും, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം എന്നുള്ളതായ ആ സദ്വർത്തമാനം കേട്ടതിനു ശേഷം ഗബ്രിയേൽ മാലാഖയുമായിട്ട് സംസാരിച്ചിട്ട് അവർക്കുണ്ടായിരുന്നതായ സംശയങ്ങളൊക്കെ മാറിയതിനു ശേഷം വന്നതായ കന്യമറിയാൻ പറയുന്നുണ്ട്, എന്റെ താഴാഴ്മയെ ദൈവം തമ്പുരാൻ കണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് കന്യമറിയാമിനെ ദൈവത്തിന്റെ മാതാവാകുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാല് നമുക്ക് ഒരൊറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ താഴ്മയോടുകൂടി ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു കന്യമറിയാം. എന്റെ താഴ്മയാണ് ദൈവം തമ്പുരാൻ കണ്ടത്. എന്റെ മഹത്വത്തെ അല്ല, എന്റെ വിദ്യാഭ്യാസത്തെ അല്ല, അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ ഇത്രയും കാലം കൊണ്ട് നേടിയ സമ്പത്തിനെയും അല്ല, മറ്റൊന്നിനെയും ദൈവം തമ്പുരാന്റെ മുമ്പില് കണക്കുള്ളവയായിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവം തമ്പുരാന് മുമ്പില് ഒരേ ഒരു കാര്യം മാത്രമേ കന്യമറിയാൻ പറയുന്നുള്ളൂ, എന്റെ താഴ്മയെ, ഞാന് ഒന്നുമില്ലാത്തവനാണ്, താഴ്മയോടുകൂടി ദൈവസന്നിധിയില് ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജീവിച്ചതായ എന്റെ ആ എളിമയെ, എന്റെ താഴ്മയെ ദൈവം തമ്പുരാൻ മുമ്പാകെ ഞാൻ ഒന്നുമില്ല എന്നുള്ളതായ ആ അടിയുറച്ച വിശ്വാസത്തെ ദൈവം തമ്പുരാൻ കണ്ടിരിക്കുന്നു. കർത്താവിനുള്ളവരെ, ദൈവത്തിന് എന്തെങ്കിലും നമ്മെ കൊണ്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവം തമ്പുരാൻ നമ്മൾ കൂടി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ഗുണകരമായ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ താഴ്മയില്ലാത്ത ഒരു മനുഷ്യനും അതിന് സാധിക്കുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കും. ഞാനെന്നുള്ള മനോഭാവത്തോടുകൂടി ഏത് മനുഷ്യൻ ജീവിച്ചാലും അവനെ കൊണ്ട് പ്രത്യേകമായ ഉപയോഗം അവൻ ജീവിക്കുന്നതായ സമൂഹത്തിനോ അവൻ ജീവിക്കുന്നതായ ഭവനത്തിനോ മറ്റൊന്നിനോ പ്രയോജനകരം ഉണ്ടാകുകയില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഞാനെന്നുള്ള മനോഭാവം മാത്രമാണെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന പരാക്രമങ്ങൾ മാത്രമേ എന്റെ ജീവിതത്തിൽ കാണുകയുള്ളൂ. മറ്റൊന്നും തന്നെ എന്റെ ജീവിതത്തിൽ കാണുകയില്ല. കാരണം ഞാൻ എപ്പോഴും എന്റെ നാമം വലിയതായിരിക്കണം, ഞാൻ വലിയവനായിരിക്കണം, എന്റെ അഭിപ്രായങ്ങൾ മാത്രമേ നടത്താവൂ എന്നുള്ളതായ ഈ ഒരു തത്വസംഹിതയിൽ മാത്രമേ എനിക്ക് ജീവിക്കുവാൻ സാധിക്കൂ. മറ്റൊന്നും എനിക്ക് ചെയ്യുവാൻ സാധിക്കില്ല. എന്നാൽ ദൈവത്തിന് ഹിതകരമായി ദൈവത്തിന്റെ കൈകളിലെടുത്തുകൊണ്ട് ദൈവത്തിനാണ് നമ്മൾ കൂടി എന്തെങ്കിലും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ പരിപൂർണമായി അടിയറവ് പറഞ്ഞുകൊണ്ട് എന്റെ താഴ്മയെ ദൈവത്തിനാൻ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് കന്യമറിയാൻ പറഞ്ഞതുപോലെ എത്ര പേർക്ക് എനിക്ക് നിന്നും പറയുവാൻ സാധിക്കും, എന്റെ താഴ്മയെ ഞാൻ ഒന്നുമല്ല ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ളതായ അടിയുറച്ച വിശ്വാസത്തോടുകൂടി എത്ര പേർക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ രണ്ടാമതായിട്ട് കന്യമറിയാമിന് ലഭിച്ച വേറൊരു വലിയ ഭാഗ്യം നമുക്കുണ്ടാകും. ദൈവത്തിന്റെ ദൂതന്റെ വചനങ്ങള് കന്യമറിയാമിന്റെ ചെവിയിൽ കൂടി കടന്നപ്പോൾ അവർക്ക് അതിനെ കേൾക്കുവാനും അതിനെ മനസ്സിലാക്കുവാനും സാധിച്ചു. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, നാം അത്ഭുതങ്ങളൊന്നും നടക്കാറില്ല, ദൈവത്തിൻ്റെതായ വചനങ്ങളൊന്നും കേൾക്കാറില്ല, അല്ലെങ്കിൽ മാലാഖമാർ വന്ന് നമ്മളോട് വചനങ്ങള് പറഞ്ഞു തരാറില്ല. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ കാതുകള് ദൈവത്തിന്റെ വചനങ്ങൾക്ക് കേൾക്കത്തക്ക രീതിയിൽ അതിനെ ഞാൻ ഒരുക്കപ്പെട്ട കാതുകളാണോ എന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായി. കന്യമറിയാമിന്റെ താഴ്മ കൊണ്ട് ഗബ്രിയേൽ ദൂതൻ വന്ന്
പറഞ്ഞതായ ദൂതവർക്ക് ശ്രമിക്കുവാനും അത് മനസ്സിലാക്കുവാനും കന്യമറിയാമിന് സാധിക്കും. തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുവാനുള്ളതായ സന്നദ്ധത അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അവന്റെ കാതുകള് അതിനുവേണ്ടി തുറക്കപ്പെട്ടവയായിരിക്കണം. അങ്ങനെ കാതുകളെ തുറക്കുന്നതായ സന്ദർഭത്തില് ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു വസിക്കുവാൻ സാധിക്കും. പലപ്പോഴും പല കാസ്കാനോ എക്സ്റേ വല്ലതും ഹൃദയത്തിന് ചെയ്യാമായിരുന്നെങ്കിൽ ഈ ടെക്നീഷ്യൻസ് ഒക്കെ ബോധം കെട്ട് വീണുപോയി. ഇതിനകത്തുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവത്തിന് ഹൃദയങ്ങളെ കാണുവാൻ സാധിക്കും. അവിടെ കാസ്കാന്റെ ആവശ്യമില്ല, അവിടെ എക്സ്റേയുടെ ആവശ്യമില്ല. ദൈവം തമ്പുരാന് എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളെ കാണുവാൻ സാധിക്കും. ആ ഹൃദയങ്ങളെ കാണുവാനും ആ ഹൃദയത്തിലേക്ക് ദൈവം തമ്പുരാൻ വന്ന് വസിക്കുവാനുള്ളതായ ആ ഒരു വലിയ മഹാഭാഗ്യം ജീവിതത്തിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ താഴ്ത്തിയുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യരായിരിക്കണം. കന്യമറിയാമിനെ പോലെ കണ്ടാലും കർത്താവിന്റെ ദാസി അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പരിപൂർണമായിട്ട് സമർപ്പണത്തോടുകൂടി പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുവാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങളെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുന്നതോടൊപ്പം തന്നെ ദൈവം തമ്പുരാൻ നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു വസിക്കുവാൻ സാധിക്കും. അങ്ങനെ ദൈവമകനായി ദൈവമകളായി ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുവാൻ സാധിക്കും. വെറും ബാലികയായ ഒരു പെൺകുട്ടിയെ ദൈവം തമ്പുരാന്റെ മാതാവായിട്ട് തെരഞ്ഞെടുത്തെങ്കിൽ സ്ത്രീകളിൽ ജനിച്ചവരിൽ കന്യമറിയാമിനേക്കാൾ വലിയവരായിട്ട് ആരും ലോകത്തിൽ ജനിച്ചിട്ടില്ല എന്ന് പറയത്തക്ക രീതിയിലുള്ളതായ ഭാഗ്യവതിയായി തീരുവാന് ദൈവം തമ്പുരാന് സാധിച്ചുവെങ്കിൽ ഈ ഒരേ ഒരു സ്വഭാവ വിശേഷം കൊണ്ട് മാത്രമാണ് എന്നുള്ളത് നാം മറന്നുപോകും. കന്യമറിയാമിനെ നാം ഓർക്കുകയും കന്യമറിയാമിന്റെ പ്രാർത്ഥനയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ആ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ദേവാലയത്തിലേക്ക് നാം കടന്നു വരികയും ചെയ്യുമ്പോൾ കന്യമറിയാമിന്റെ സ്വഭാവ വിശേഷത ദൈവത്തെ ഉൾക്കൊള്ളുവാന്, ദൈവത്തെ ഹൃദയത്തിൽ വഹിക്കുവാന്, കന്യമറിയാമിന് ദൈവത്തെ ഉദരത്തിൽ വഹിക്കുവാന് സാധിച്ചുവെങ്കിൽ താഴ്മയുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് ദൈവവചനങ്ങളെ കേൾക്കുവാനും ദൈവവചനങ്ങൾ കേട്ടുകൊണ്ട് ദൈവത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും ദൈവമക്കളായിട്ട് തീരുവാനും ദൈവം തമ്പുരാൻ നമ്മെ ഇവരെ സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ